ഇപ്പോൾ നമ്മൾ ചെയറിൻ്റെ ലൈറ്റിങ്ങിന് വേണ്ടിയിട്ട് ആദ്യം നമ്മളൊരു പ്ലെയിൻ ക്രിയേറ്റ് ചെയ്യുക ചെയ്യാം. ഫസ്റ്റ് ഒരു പ്ലെയിൻ ക്രിയേറ്റ് ചെയ്യുക. പ്ലെയിൻ ക്രിയേറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ സബ് ഡിവിഷൻസ് ആഡ് ചെയ്യാം. ഇതിലിപ്പോൾ വെർട്ടിക്കലായിട്ട് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ചെയ്യാൻ പറ്റും. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് ബാക്കിലേക്ക് നീക്കിയിട്ട് ഈ ഭാഗം, ഈ സർഫേസിൽ ഇത് നമ്മളിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വെക്കണം. ഇതിൻ്റെ ഈ പോർഷൻ എപ്പോഴും ഇങ്ങനെ ഒരു 3 പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ കുറച്ച് സ്മൂത്ത് ആയിട്ടിരിക്കണം. അതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷാർപ്പായിട്ടുള്ള കട്ടിങ് ആണെങ്കിൽ ആ ഭാഗം ഇരുട്ട് പിടിച്ചിരിക്കും, മനസ്സിലായി? അപ്പോൾ അതിൻ്റെ റിഫ്ലക്ഷനും അതിൻ്റെ ഷാഡോസും ഒക്കെ ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആ നേരത്തെ കണ്ട ഷേപ്പിലേക്ക് ആക്കുന്നത്. അപ്പോൾ അതാക്കാനായിട്ട് സിമ്പിളാണ്. ജസ്റ്റ് സൈഡ് വ്യൂവിൽ ഇവിടെ വന്നിട്ട് ഒരു സബ്ഡിഷൻ ആഡ് ചെയ്ത് കൊടുത്തോളൂ. ഒരു എഡ്ജ് സെലക്ട് ചെയ്യുക, കൺട്രോൾ ഹോൾഡ് ചെയ്തിട്ട് സ്പ്ലിറ്റ് റിങ് കൊടുക്കുക. ഈ വെർട്ടെക്സുകൾ നമുക്ക് നേരേക്ക് വയ്ക്കാം. ഇങ്ങനെ വെച്ചു. ഇനി 3 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സ്മൂത്ത് ആയിട്ടുണ്ടാവും. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ക്യാമറ ആഡ് ചെയ്ത് കൊടുക്കലാണ്. നമ്മളെപ്പോഴും ഒരു ലൈറ്റ് കൊടുക്കുന്ന സമയത്ത് എപ്പോഴും എവിടെയാണോ ഒബ്ജക്റ്റ് ഉള്ളത് അവിടെ മാത്രമേ നമ്മൾ പെർഫെക്റ്റ് ആക്കേണ്ട കാര്യമുള്ളൂ, മനസ്സിലായി? ഇപ്പോൾ 3D ആനിമേഷനിലൊക്കെ പ്രത്യേകിച്ച് ഇപ്പോൾ ഒരാൾ ന്യൂസ് വായിക്കാനായിട്ട് ഇരിക്കാന്ന് വിചാരിച്ചു. ന്യൂസ് വായിക്കാനായിട്ട് ഇരിക്കുന്ന സമയത്ത് ക്യാമറ സ്റ്റഡിയാണ്, ഒരു സ്ഥലത്താണ് ക്യാമറ വെച്ചിട്ടുണ്ടാവുക. അവിടെ നിങ്ങൾ കറക്റ്റായിട്ട് കണ്ടാൽ മതി. ഇവിടെ നിന്ന് അങ്ങോട്ട് ആനിമേഷനിലാണെങ്കിൽ അയാൾ ഉണ്ടാക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, മനസ്സിലായോ? ഇവിടെ വരെ ഉണ്ടാക്കിയാൽ മതി. ഈ അര വരെയുള്ള പോർഷന് ഉണ്ടാക്കേണ്ട കാര്യം തന്നെയുള്ളൂ. ഞാനൊരു ആനിമേഷൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ആനിമേഷൻ്റെ ഉള്ളിൽ ആ ക്യാരക്ടറിന് കാർ ഓടിച്ചിട്ട് ആക്സിഡൻ്റ് ആവുന്നതാണ് സീൻ. അപ്പോൾ ആ സീനിൻ്റെ ഉള്ളിൽ കാർ ഓടിക്കുന്ന സമയത്ത് അയാളുടെ കാലൊന്നും ഉണ്ടാക്കിയിട്ട് തന്നെ ഇല്ല. കാർ ഓടിക്കുമ്പോൾ അയാളുടെ തല മാത്രമേ കാണുന്നുള്ളൂ, തലയും ഉടലിൻ്റെ ഒരു മിഡ് ഷോട്ട് വരെ ഉള്ളൂ. അപ്പോൾ മിഡ് വരെ ഉണ്ടാക്കിയിട്ടുള്ളൂ, മനസ്സിലായോ? അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇതിൽ ചെയ്യുക. അപ്പോൾ ഇതിൽ ആദ്യം നമ്മൾ ചൂസ് ചെയ്യേണ്ടത് ക്യാമറ ഏത് പൊസിഷനിൽ വെക്കണം എന്നുള്ളത് നോക്കിയിട്ട് അത് സെറ്റ് ചെയ്യാം. അപ്പോൾ അതിന് ശേഷം നമ്മൾ ക്യാമറയിലേക്ക് വരാം. ക്യാമറ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ക്രിയേറ്റിൽ വരാം. ക്യാമറയിൽ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ക്യാമറ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക ക്യാമറ. ബാക്കിയുള്ളത് എയിം ക്യാമറ, എയിം ആൻഡ് അപ്പ് ക്യാമറ, സ്റ്റീരിയോ ക്യാമറ, സ്റ്റീരിയോ റിഗ് ക്യാമറ ഒക്കെ ഉണ്ട്. അതായത് കണ്ണാടി വെച്ച് കാണുന്നതാണ് സ്റ്റീരിയോ ക്യാമറ എന്ന് പറഞ്ഞാൽ. നമ്മൾ സിനിമയൊക്കെ കാണുമ്പോൾ 2 ആംഗിളിൽ നിന്ന് 2 ഫോട്ടോസ് എടുത്തിട്ട് മെർജ് ചെയ്യുന്നതാണ് സ്റ്റീരിയോ ക്യാമറ എന്നൊക്കെ പറഞ്ഞത്. നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. സാധാ ടൈപ്പ് ക്യാമറ ക്രിയേറ്റ് ചെയ്താൽ മതി. ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് ക്യാമറയുടെ ഉള്ളിൽ കൂടെ കാണാൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു അല്ലേ? എന്താണ് വ്യൂവിൽ വരാം, പെർസ്പെക്റ്റീവിൽ വന്നാൽ ക്യാമറയ്ക്ക് വരാം. ക്യാമറയിൽ വന്നു കഴിഞ്ഞാൽ ക്യാമറ വ്യൂ ഒന്ന് കൺഫേം ആക്കാം. അതുപോലെ അതിൻ്റെ റെസൊല്യൂഷൻ സൈസ് സെറ്റ് ചെയ്യാനായിട്ട് ഈ ബട്ടനോട് ക്ലിക്ക് ചെയ്യാം. ഇത് ഫിലിം ഗേറ്റ്, ഇത് റെസൊല്യൂഷൻ ഗേറ്റ്. അപ്പോൾ ഇവിടെ സൈസ് കാണിക്കേണ്ടത് 2048 × 2048. ഇത് സ്ക്വയർ പിക്സൽസ് ആണ്. 2K റെസൊല്യൂഷൻ കിടക്കണം. പക്ഷെ നമുക്കിത് വേണ്ട, HD ക്വാളിറ്റി മതി. അപ്പോൾ നമ്മൾ ഇതാണ് റെൻഡർ സെറ്റിങ്സിൻ്റെ ടാബ് അല്ലേ? ഇവിടെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതിയിട്ടുണ്ട്. അത് വിൻഡോയിൽ വരാം, റെൻഡറിങ് എഡിറ്റേഴ്സിൽ റെൻഡർ സെറ്റിങ്സ്. ഇല്ലെങ്കിൽ നമുക്കിവിടെ ഈ ഗിയറിൻ്റെ പടമുള്ള ഒരു സാധനം ക്ലിക്ക് ചെയ്താൽ മതി. കേട്ടോ, ഇവിടെ വന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം? കോമൺ ടാബിൽ വന്നു കഴിഞ്ഞാൽ താഴെ സെലക്ട് ക്യാമറയിൽ ക്യാമറ 1 കൊടുക്കാം. ഇവിടെ HD ക്വാളിറ്റി ഇട്ട് കൊടുക്കുക. ഇത് HDയുടെ നേർപകുതി. ഇതാണ് നമുക്ക് വേണ്ട HD. 1920 × 1080. ഇതാണ്. അർണോൾഡ് റെൻഡറിങ്ങിൻ്റെ സെറ്റിങ്സിൽ തന്നെയായിട്ട് നമ്മൾ വിൻഡോയിൽ വരാം. സെറ്റിങ്സ് ആൻഡ് പ്രിഫറൻസിൽ പ്ലഗ് ഇൻ മാനേജർ എടുക്കാം. പ്ലഗ് ഇൻ മാനേജർ എടുക്കുമ്പോൾ ലോഡ്, ഓട്ടോ ലോഡ്, ഇതിൽ ആക്ട് ലാസ്റ്റിലേക്ക് എത്തുമ്പോൾ M2A കണ്ടോ? ആ 2 ടിക്ക് ഇട്ടുണ്ടെങ്കിൽ മാത്രമേ കാണുള്ളൂ. ചിലപ്പോൾ അങ്ങനെ കൊടുക്കാൻ പറ്റും. M2 വന്നപ്പോൾ തന്നെ കൊടുത്ത് നമ്മളിവിടെ. അപ്പോൾ നമുക്ക് അർണോൾഡ് ലോഡായി. ഇതിപ്പോൾ അർണോൾഡ് ഇല്ലെങ്കിലും സോഫ്റ്റ്വെയറിലായാലും വർക്കോ കേട്ടോ. സോഫ്റ്റ്വെയർ റെൻഡറിൻ്റെ ഉള്ളിലും വരും ഇത്. പക്ഷേ നമുക്കിപ്പോൾ M2A സെറ്റ് ചെയ്തു, M2 എടുത്തു, അതുപോലെ HD ക്വാളിറ്റിയിലേക്ക് ആക്കി മാറ്റി കേട്ടോ. ഇനി ഇതിനുള്ള ചേഞ്ചുകൾ ഇവിടെയൊക്കെ വരുത്താം. ഇപ്പോൾ അത്യാവശ്യമില്ല, അതുകൊണ്ട് നമുക്കത് പിന്നെ നോക്കാം കേട്ടോ. ഇത്രയും വെച്ച് കഴിഞ്ഞാൽ ഓക്കെ. ഇപ്പോൾ നമ്മളിവിടെ റെസൊല്യൂഷൻ ഗേറ്റിൻ്റെ സൈസ് കാണിക്കണണ്ട 1920 ×
1080 കാണാൻ പറ്റുന്നില്ലേ? ഓക്കെ. ഇനി അടുത്ത പരിപാടി എന്താണ്? ഈ ഫ്രെയിമിൻ്റെ ഉള്ളിലുള്ളത് മാത്രമേ നമുക്ക് കാണാനായിട്ട് പറ്റുള്ളൂ. ഈ കാണുന്ന ഫ്രെയിമിൻ്റെ ഉള്ളിലുള്ളത് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ ഇത് ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇതൊക്കെ റെൻഡറിങ്ങിൽ വരുന്നതൊക്കെ വിചാരിച്ചിട്ട് വെക്കും. പക്ഷേ ആക്ച്വലി റെൻഡറിങ്ങിൽ വരെ ഏത് ഭാഗമാണ്? ഇത്ര പോർഷനേ വരുള്ളൂ. മനസ്സിലായോ? പണ്ടൊക്കെ നമ്മൾ ഈ ഫോട്ടോ എടുക്കുന്ന സമയത്ത് നമ്മുടെ എൻ്റെ ഒക്കെ വിചാരട്ടോ, ഞാനൊക്കെ ഫിലിമൊക്കെ ഉള്ള കാലഘട്ടത്തിലായിരുന്നു ഫോട്ടോ എടുക്കണ്ടായിരുന്നു. ഈ ലൈറ്റ് വരുന്ന എല്ലാ സ്ഥലത്തും ആൾക്കാരെ ഫോട്ടോയിൽ പെടും നമ്മുടെ വിചാരം. ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഫ്ലാഷ് അടിക്കില്ലേ? ഫ്ലാഷ് അടിക്കുമ്പോൾ നമ്മുടെ വിചാരം എന്താണ്? ഓ, എൻ്റെ മുഖത്തേക്ക് വെളിച്ചം വന്നിട്ടുണ്ട്, അപ്പോൾ ഞാനും പെടുന്നുള്ളൂ. അതുപോലത്തെ ഒരു സംഭവമാണിത്. ഇതിനെ നമ്മൾ ഈ ഫ്രെയിമിൻ്റെ ഉള്ളിൽ കൊള്ളാവുന്ന രീതിയിൽ വെക്കാം. ഏതാണ്? റെസൊല്യൂഷൻ ഗേറ്റ്. റെസൊല്യൂഷൻ ഗേറ്റ്. ഇത് ഫിലിം ഗേറ്റ്. എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി തൊട്ടപ്പുറത്തുള്ള ഫിലിം ഗേറ്റ്. റെസൊല്യൂഷൻ ഗേറ്റാണ് നമുക്കിപ്പോൾ ആവശ്യമുള്ളത്. കുറച്ചൊന്ന് തിരിച്ചു വയ്ക്കാം, എന്നാലും നമുക്കത് കുറച്ച് ഭംഗിയായിട്ട് കാണാമല്ലോ. ഓക്കെ, ഇങ്ങനെ വെച്ചു. ഇനി നെക്സ്റ്റ് പരിപാടി എന്താണ്? ഈ ക്യാമറ ആക്സിഡൻ്റലി മൂവ് ആവാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ ഉള്ളിൽ ലോക്ക് ചെയ്യണം. അതിനാണ് ഇവിടെ ഈ ബട്ടൺ കിടക്കുന്നത്, ക്യാമറ ലോക്ക്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമ്മൾ ക്യാമറ ആക്സിഡൻ്റലി മൂവ് ആവില്ല. മനസ്സിലായോ? നെക്സ്റ്റ് അപ്പോൾ ക്യാമറ സെറ്റ് ചെയ്തു. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? മെറ്റീരിയൽ ഒന്നും കൊടുത്തിട്ടില്ല, ഡിഫോൾട്ടായിട്ടുള്ള മെറ്റീരിയലാണ് നിൽക്കണം അല്ലേ? അത് കഴിഞ്ഞിട്ട് ക്യാമറ ചൂസ് ചെയ്തു, റെസൊല്യൂഷൻ ഗേറ്റ് സെറ്റ് ചെയ്തു. ഇപ്പോൾ നമ്മൾ ഓരോ കറക്റ്റ് പാത്തി കൂടെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കണം കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിന് ലൈറ്റ് കൊടുക്കാം നമുക്ക്. ഓക്കെ, ലൈറ്റ് കൊടുക്കാനായിട്ട് ആദ്യം നമ്മളിവിടുന്ന് ടൂൾ ബോക്സ് എടുക്കുക. ടൂൾ ബോക്സ് അല്ല, ഷെൽഫ് എടുക്കുക. ഷെൽഫ് എടുത്ത് കഴിഞ്ഞാൽ റെൻഡറിങ്ങിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡയറക്ഷൻ ലൈറ്റ് ക്രിയേറ്റ് ചെയ്യും. ഡയറക്ഷൻ ലൈറ്റിൻ്റെ ഉള്ളിൽ ഒബ്ജക്റ്റിന് T പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒബ്ജക്റ്റിനെ അവിടെ നിർത്തിക്കൊണ്ട് നമുക്ക് ലൈറ്റിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാനിവിടെ ഇതിനെ സ്വല്പം സ്കെയിൽ ചെയ്യാണ്. T പ്രസ് ചെയ്യുക. ഓക്കെ, നമുക്ക് റെൻഡർ ചെയ്യാനായിട്ട് അർണോൾഡിൻ്റെ ടാബിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ അമർത്താം. അത് അമർത്തി കഴിഞ്ഞാൽ അർണോൾഡിൻ്റെതായിട്ടുള്ള രീതിയിൽ റെൻഡർ ചെയ്ത് കാണാൻ പറ്റും നമുക്ക്. ഉണ്ട്, ഓപ്ഷൻ ഉണ്ട്, പക്ഷെ അത് അതിനെക്കാട്ട് എളുപ്പം ഇതാണ്. ഇതിലാകുമ്പോൾ നമുക്ക് ലൈവായിട്ട് അപ്ഡേഷൻ കാണാം എങ്ങനെ ചെയ്യണം. അർണോൾഡ് എന്നുള്ള ടാബ് അല്ലേ? അത് അർണോൾഡ് ലോഡ് ചെയ്യാത്തതുകൊണ്ടാണ്. നിങ്ങൾ പ്ലഗിൻ മാനേജറിൽ അർണോൾഡ് ലോഡ് ആയില്ലല്ലോ കേട്ടോ. കണ്ട, ഇപ്പം ഇതിൻ്റെ ഷാഡോ ഇവിടേക്കാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഷാഡോ മാറ്റണമെങ്കിൽ ഇതിൽ നിൽക്കുമ്പോൾ നമ്മൾ ഇവിടെ പെർസ്പെക്റ്റീവിൽ പോയാൽ അവിടെ ഒന്നും ബാധിക്കില്ല. അത് ഇവിടെ നമ്മളിത് മാറ്റിക്കഴിഞ്ഞാൽ ഷാഡോ മാറുന്നുണ്ട് കണ്ടോ. ക്യാമറയുടെ ലെഫ്റ്റിൽ നിന്നാണ് ഞാൻ കീ ലൈറ്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. സെറ്റ് മ്യൂസിക്കോ? ഞാൻ വിചാരിച്ചേ സെറ്റ് ചെയ്യുന്ന പറഞ്ഞപ്പോൾ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ വന്നാണ്. അപ്പോൾ എന്ത് ചെയ്യാം നമുക്ക് ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഓക്കെ, അർണോൾഡിൻ്റെ ടാബിലേക്ക് വരാം. ഇവിടെ വന്നിട്ട് ലൈറ്റ് ആംഗിൾ നമ്മൾ ഇൻക്രീസ് ചെയ്യിക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ സൈഡ് ഫെദർ ആവാൻ തുടങ്ങും. ഇത് ഫെദർ ആകുമ്പോൾ ഇവിടുത്തെ ക്വാളിറ്റി കുറഞ്ഞു തുടങ്ങും. എന്ത്? ഈ സൈഡിലത്തെ ക്വാളിറ്റി കുറയും, പിക്സൽസിൻ്റെ എണ്ണം കുറഞ്ഞിട്ട്. അപ്പോൾ നമ്മളിവിടെ സാമ്പിൾ കൂട്ടി കൊടുക്കുക, ഒരു 6 ഒക്കെ ഇട്ട് കൊടുക്കും. അപ്പോൾ കുറച്ചും കൂടെ സ്മൂത്ത് ആവാൻ തുടങ്ങുന്നത്. മനസ്സിലായി? സാമ്പിൾസാണ് നമ്മൾ ഷാഡോൻ്റെ ഉള്ളിലോ ഓരോന്നിൻ്റെ ഉള്ളിൽ ഡിഫറൻസുകൾ ഉണ്ടെങ്കിൽ സാമ്പിൾസാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഈ സൈഡിൽ നിന്നുള്ള ലൈറ്റ് കറക്റ്റായി. പക്ഷേ ഇവിടുത്തെ ഈ ഭാഗം ബ്ലാക്ക് ആയിട്ട് ഇരിക്കുകയാണ് കണ്ടോ. 3 പോയിന്റ് ലൈറ്റിങ്ങിൻ്റെ മെത്തേഡിൽ കൂടെ നമ്മൾ ഇതിൽ ലൈറ്റിംഗ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ഈ ലൈറ്റിനെ തന്നെ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. കാരണം വെച്ചാൽ ടാർഗറ്റ് ഓൾറെഡി ഒരു പൊസിഷനിലായിരിക്കും. മനസ്സിലായി? ഈ ലൈറ്റിന് ഞാൻ പേരിട്ട് കൊടുക്കുകയാണ് കീ ലൈറ്റ്. നെക്സ്റ്റ് ഞാൻ ഇതിനെ Ctrl D കൊടുത്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു. കീ ലൈറ്റ് 1 എന്ന് പറഞ്ഞിട്ട് ടോക്ക് എടുക്കുന്നുണ്ടാവും. ഇതിനെന്ത് കൊടുക്കാം? നമ്മൾ ഫിൽ ലൈറ്റ് എന്ന് കൊടുക്കാം. കീ ലൈറ്റ്, ഇത് ഫിൽ ലൈറ്റ്.
ഇപ്പോൾ നമ്മൾ റെൻഡർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ബ്രൈറ്റ് അല്ലേ. പക്ഷെ ഇതിന് ഇത്രയധികം ബ്രൈറ്റ്നസ് വേണ്ട, കുറച്ച് കുറയ്ക്കണം നമുക്ക്. ഡിഫോൾട്ടായിട്ടുള്ള വാല്യൂ 1 ആവും ഇൻറ്റൻസിറ്റി എടുക്കേണ്ടത്. ഒരു 0.5 ഇടും, കുറച്ചിട്ട് 0.8 കിടന്നുണ്ട് കേട്ടോ, കുറച്ചും കൂടെ വേണം. അതുപോലെ നമുക്ക് കീ ലൈറ്റിൻ്റെ വാല്യൂ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മളിവിടെ ഔട്ട്ലൈനർ എടുക്കാം. അപ്പോൾ നമ്മുടെ ലൈറ്റുകൾ ഇവിടെ കാണിക്കും, കീ ലൈറ്റ് ഇവിടെ എടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടാം അല്ലെങ്കിൽ എക്സ്പോഷർ കൂട്ടാം. എക്സ്പോഷർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ബ്രൈറ്റ്നസ്. നമ്മളൊരു 1 ഇട്ട് കൊടുക്കും. ടു വേണ്ട, 2 ഭയങ്കര ഓവറാണ്. 1 ഇട്ട് കൊടുത്താൽ അതിൽ അപ്ഡേറ്റ് ആകൊണ്ടിരുന്നില്ല. ഓക്കെ. പക്ഷേ ഇതിൽ 2 ഷാഡോ വന്നിട്ടുണ്ട്. ഒരു ഷാഡോ ഇവിടെയുണ്ട്, ഇനിയൊരു ഷാഡോ ഇവിടെയുണ്ട്. മനസ്സിലായി? അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഷാഡോ കാസ്റ്റ് ചെയ്യേണ്ട. റിയൽ ആയിട്ടുള്ള ലൈറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ഷാഡോന്ന് ഓൺ ആക്കാനോ ഓഫ് ആക്കാനൊന്നും പറ്റുന്നില്ല അല്ലേ. ഷാഡോ ഇല്ലാണ്ടാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആളില്ലാണ്ടാവേണ്ടി വരും ഇല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ഫിൽ ലൈറ്റ് സെലക്ട് ചെയ്തിട്ട് ഷാഡോ ഓഫ് കൊടുക്കുക. കാസ്റ്റ് ഷാഡോ എന്നുള്ളത് നമുക്ക് ഓഫ് ചെയ്യാം. കണ്ടോ? കാണാൻ പറ്റിയോ? ഇപ്പോൾ ഷാഡോ ഇവിടെ ഉണ്ട്, ഇത് ഓഫ് ചെയ്ത ഷാഡോ പോയി. ഇപ്പോൾ ലൈറ്റ് മാത്രമേ അവിടെ നിന്ന് വരണുള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഫില്ലൈറ്റ് കുറച്ചും കൂടെ ഇങ്ങോട്ട് സൈഡിലേക്ക് നീക്കാം കേട്ടോ. ഓക്കെ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നുള്ള കീ ലൈറ്റും കൊടുത്തു, ഫില്ലൈറ്റും കൊടുത്തു. ഇനി നെക്സ്റ്റ് നമുക്ക് കൊടുക്കാനുള്ളത് ബാക്ക് ലൈറ്റാണ്. ഇവിടെ നിന്നുള്ള ലൈറ്റ് മനസ്സിലായി? ഇവിടെ നിന്ന് ലൈറ്റ് കൊടുക്കാനായിട്ട് ഈ ലൈറ്റ് തന്നെ Ctrl D കൊടുത്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. ഇതിൻ്റെ ഇൻറ്റൻസിറ്റി 0.5 കൊടുത്താൽ മതി, കുറച്ചുകൂടെ ബ്രൈറ്റ്. ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഈ ലൈറ്റിൻ്റെ ഈ പോർഷനിൽ ചെയറിൻ്റെ ഈ ഒരു ഭാഗം കണ്ട ഇവിടെ ഷാർപ്പായിട്ട് കിട്ടുന്നുണ്ടോ നോക്കണ്ട കേട്ടോ. ഓക്കെ. ഇപ്പം ഇതിന് നമ്മൾ പറയണ ബാക്ക് ഫിൽ ലൈറ്റ് എന്ന് കൊടുക്കുക. അതിൻ്റെ പേര് ബാക്ക് ഫിൽ ലൈറ്റ്. ക്ലിയർ?